ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ല. നമ്മുടെ ഓണപരീക്ഷ എത്തിയിരിക്കുവാണ്. അടിപൊളിയായിട്ട് നമുക്ക് മികച്ച മാർക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ സൈലം എന്തായാലും നിങ്ങൾക്ക് ഓണപരീക്ഷ നടത്തുന്നതായിട്ട് ടൈം ടേബിളൊക്കെ ഇന്നലെ നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവച്ചിരുന്നു. സോ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നാളെ നമ്മുടെ സ്വന്തം ഫിസിക്സിന്റെ ഓണപരീക്ഷ ആയതിനാൽ തന്നെ അതിന്റെ സൂപ്പർ 60 ആണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ലൈവൊക്കെ പ്രോപ്പറായി തന്നെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. കാരണം 60 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് 2021 മാർച്ച് പരീക്ഷയിൽ നിങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ കുഴപ്പിച്ച ആ എക്സാം എഴുതി എല്ലാവരും തെറ്റിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കാൻ പോകുന്നത്. കാരണം ഇന്നേ വരെ ഇത്തരം ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടില്ല. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, ഒരു പുതിയൊരു ചോദ്യമാണ്, പലരും തെറ്റിച്ച ചോദ്യമാണ്. അതാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ആ തെറ്റ് നിങ്ങൾ കൂടി വരുത്തരുത് എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഗംഭീരമായ ചോദ്യം നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ വാട്സ്ആപ്പ് ചാനലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് മക്കളെ. അടിപൊളിയാക്കാം. സോ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എനിക്കറിയാം ഈ ചോദ്യം ആദ്യമായി കാണുന്നവരായിരിക്കും നിങ്ങളിൽ മെജോറിറ്റി കുട്ടികളും. കാരണം നമ്മൾ പൊതുവെ നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും സെൻട്രിപെഡൽ ഫോഴ്സും കൈനറ്റിക് എനർജിയും, ഇപ്പോൾ റീസെന്റ് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനൊക്കെ പഠിച്ചു. എന്നാൽ അതിലുപരി ഇവിടെ ഒരു ടൈം പീരീഡിന്റെ സാഹചര്യമാണ് പറയുന്നത്. അത് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് അല്ല, മറിച്ച് എന്തിൻ്റെയാണ് നോക്കിക്കേടാം. എ പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ നിയർലി ഇൻ എ സർക്കുലർ ഓർബിറ്റ്. പ്ലാനറ്റ്സ് എല്ലാം സൂര്യന് ചുറ്റും സർക്കുലർ ഓർബിറ്റ്സിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് പീരീഡ് ഡിപ്പെൻഡ് അപ്പോൺ, ആ പ്ലാനറ്റിന്റെ ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്, അതുപോലെ തന്നെ മാസ് ഓഫ് ദ സൺ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ 3 പാരാമീറ്റേഴ്സിനെയാണ് ഈ പറയുന്ന സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന പ്ലാനറ്റിന്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റേഡിയസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ്, അതുപോലെ തന്നെ മാസ് ഓഫ് ദ സൺ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അഥവാ ക്യാപിറ്റൽ ജി. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ്. അടിപൊളിയായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യണടാ. അല്ലാതെ കണ്ടു മനസ്സിലാക്കി ഓക്കെ എന്ന് പറഞ്ഞു പോകരുത്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എങ്കിലേ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെൽഫായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു ഏതിനെയൊക്കെയാണ്? റേഡിയസ്, മാസ് ഓഫ് ദ സൺ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് എന്താക്കണം മക്കളെ? ഈക്വൽ ടു ആക്കണം. അതും നിസ്സാരമായ പരിപാടിയാണ്. സോ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കെ ആണ് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പവേഴ്സ് ഇടണം. ആർ പവർ ഓഫ് എ, എം പവർ ഓഫ് ബി, ജി പവർ ഓഫ് സി. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 2. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോടാ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവർക്കൊക്കെ ഡയമെൻഷൻ ഇട്ട് കൊടുക്കണം. ഡയമെൻഷൻ ഇടാൻ തയ്യാറല്ലടാ. ടൈമിൻ്റെ ഡയമെൻഷൻ ടി തന്നെയാണ്, പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് കൂടി ഇടണം. സോ എം പവർ ഓഫ് 0, എൽ പവർ ഓഫ് 0, ടി പവർ ഓഫ് 1. കാരണം വെറുതെ ടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ അത്ര കൺവീനിയൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് എമ്മിൻ്റെ പവറിൽ 0യും എല്ലിൻ്റെ പവറിൽ 0യും ഇട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അവൻ എന്തില്ല? അവന് ഡയമെൻഷൻ ഇല്ല. സോ അവനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസിന് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എല്ല് തന്നെയല്ലടാ. സോ എൽ പവർ ഓഫ് എ. എം എന്ന് പറഞ്ഞാൽ മാസാണ്. സോ എം പവർ ഓഫ് ബി. ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അവൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാലോ. എം പവർ ഓഫ് -1, എൽ ക്യൂബ്, ടി റേസ് ടു -2 പവർ ഓഫ് എന്താണ്? സി. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി ആ പവേഴ്സൊക്കെ നമുക്കൊന്ന് അകത്തോട്ടിട്ടാലോടാ മക്കളെ. എല്ലാ പവേഴ്സും ഞാൻ അകത്തോട്ടിടുകയാണ്. സോ എം പവർ ഓഫ് 0, എൽ പവർ ഓഫ് 0, ടി പവർ ഓഫ് 1 ഈക്വൽ ടു, ഇവിടെ പവർ അകത്തോട്ടുക, എൽ പവർ ഓഫ് എ, എം പവർ ഓഫ് ബി, എം പവർ ഓഫ് -c, എൽ പവർ ഓഫ് 3c, ടി പവർ ഓഫ് -2c. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ. ഇനി ഈ പവേഴ്സൊക്കെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത്, ബേസൊക്കെ സെയിം ആണെങ്കിൽ പവേഴ്സ് നമുക്കൊന്ന് ആഡ് ചെയ്ത് ഒന്നുകൂടി നമുക്കതിനെ ഷോർട്ടാക്കി മാറ്റാം. സിംപ്ലിഫൈഡ് വേർഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാം. തയ്യാറല്ലടാ? സോ നിസ്സാരമായ സ്റ്റെപ്പാടാ. എം പവർ ഓഫ് 0, എൽ പവർ ഓഫ് 0, ടി പവർ ഓഫ് 1 വിൽ ബി ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? യെസ്, എല്ലിൻ്റെ പവേഴ്സ് നമുക്ക് ആദ്യം എടുക്കാം. എൽ പവർ ഓഫ് എ, ഇവിടെ എ ആണ്. അടുത്ത് ഇവിടെ എന്താണ്? 3c ആണ്. അപ്പോൾ a + 3c എന്ന് എഴുതാം. റൈറ്റ്. a + 3c. അടുത്ത് എം പവർ ഓഫ് എന്തൊക്കെയാണ് ഉള്ളത്? എമ്മിൻ്റെ പവർ ബി ഉണ്ട്. ഇവിടെ എന്താണ്? -c ഉണ്ട്. സോ b - c എന്ന് എഴുതാം. b - c
ടി പവർ ഓഫ് എന്തൊക്കെയാ ഉള്ളത്? ടിയുടെ പവറിൽ ഒരു -2c മാത്രമേ ഉള്ളൂ. സോ ടി പവർ ഓഫ് -2c. ഇക്വേഷൻ നമ്പർ എത്രയാണ് മക്കളെ? ഇക്വേഷൻ നമ്പർ ഐ തിങ്ക് 5 ആണ്. 5ാമത്തെ ഇക്വേഷൻ. ഇത്രയും കാര്യം ഗംഭീരമായിട്ട് മനസ്സിലായോ? ഇനി ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതിയടാ മക്കളെ. സോ ആദ്യം ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ടിയുടെ പവർ ഇവിടെ -2c ആണ്, ഇവിടെ 1 ആണ്, ശരിയല്ലേ? സോ -2c 1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. -2c = 1. അപ്പോൾ c = -1/2. സോ സിയുടെ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? -1/2 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 6. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ. c = -1/2 കിട്ടി. മക്കളെ അടുത്തതായിട്ട് നമ്മൾ ബി കണ്ടുപിടിക്കാൻ പോവാണ്. സോ ബിയും സിയും കൂടി ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ നോക്കണം മക്കളെ. എമ്മിൻ്റെ പവർ ഇവിടെ എന്താണ്? b - c ആണ്. ഇവിടെ എമ്മിൻ്റെ പവർ എന്താണ്? 0 ആണ്. രണ്ടും കൂടി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താലോ? നിസ്സാരമായ പരിപാടിയാണ്. അഥവാ b - c = നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. നമുക്ക് സിയുടെ വാല്യൂ അറിയാം, -1/2 ആണ്. സോ b - -1/2 എന്ത് വരും? 0 എന്ന് വരും. ദാറ്റ് ഈസ് b + 1/2 എന്ത് വരും? 0 എന്ന് വരും. സോ എങ്കിൽ b + 1/2 0 ആണെങ്കിൽ b എന്ത് എഴുതാം? b = എന്ത് എഴുതാവണ മക്കളെ? b = -1/2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ സിയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും എത്രയാണ്? -1/2 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു തരി സംശയമില്ലാലോ. ഇവിടെ പലരും തെറ്റിക്കുന്ന കാര്യം b - 1/2 = 0 എന്ന് പലരും എഴുതാറുണ്ട്. നിങ്ങൾ തിരിച്ചറിയേണ്ടത് b - c ആണ്. സിയുടെ വാല്യൂ എന്താണ്? -1/2 ആണ്. സോ 2 മൈനസ് വരും. സോ ടോട്ടലി പ്ലസ് ആയിട്ട് മാറും. b + 1/2 = 0. സോ b = -1/2. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്ത കാര്യം നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇവിടെ എല്ലിൻ്റെ പവർ എന്താണ്? a + 3c ആണ്. ഇവിടെ എല്ലിൻ്റെ പവർ എന്താണ്? 0 ആണ്. രണ്ടും കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്യട്ടെ. സോ a + 3c = എന്ത് വരും? 0 എന്ന് വരും. സോ a + സിയുടെ വാല്യൂ എത്രയാണ്? -1/2 അല്ലേ? സോ 3 × -1/2 = 0 എന്ന് വരും. സോ a - 3/2 എന്ത് വരും? 0 എന്ന് വരും. സോ a = എന്ത് വരും മക്കളെ? 3/2 എന്ന് വരും. ഇതിന് ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് എടുക്കാം? ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് എടുക്കാം. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? a കിട്ടി, b കിട്ടി, അതുപോലെ തന്നെ c കിട്ടി. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഈ പറയുന്ന എല്ലാ വാല്യൂസും എടുത്ത് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഒന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറല്ലേ? സോ ആ പറയുന്ന ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കടാ. t = k × r പവർ ഓഫ് a ആണ്. സോ എയുടെ വാല്യൂ എത്രയാണ്? 3/2 ആണ്. 3/2. m പവർ ഓഫ് b ആണ്. ബിയുടെ വാല്യൂ എത്രയാണ്? -1/2 ആണ്. അടുത്ത് ജി പവർ ഓഫ് സി ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? -1/2 ആണ്. സോ അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ എത്രയാണ്? 9 ആണ്. 9ാമത്തെ സ്റ്റെപ്പ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ ഈ ഒരു തെറ്റ് അല്ലെങ്കിൽ ഈ ചോദ്യം പലരും തെറ്റിച്ചതാണ്. പക്ഷേ എൻ്റെ മക്കൾ ഈ ചോദ്യം ഇനിയും വന്നാലും തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചെടുത്തത്. സോ ഇന്നത്തെ ലൈവ് നിങ്ങൾ ആരും മറന്നു പോരുത്. 7 മണിക്കാണ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സുമായിട്ട് 60 ചോദ്യങ്ങൾ, എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് സൂപ്പർ 16. സോ അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. എല്ലാവരും കയറി ലൈക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് വെക്കുക. ഗംഭീരമായിട്ട് പഠിക്കാം. സോ ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മക്കളെ. സോ ലവ് യു ആൾ. ബൈ.